അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു ആയത്ത് പഠിക്കാം. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവിടെ ഒന്നാമത് അക്ഷരം മാ, ചുവപ്പ് നിറത്തിൽ അലിഫ്, ഫത്ത് നിട്ടുള്ള അലിഫ്, അതിന് മുകളിൽ ഒരു മദ്ദിന്റെ അടയാളം മാ, അതിനുശേഷം നീല നിറത്തിൽ ആ, മഞ്ഞ നിറത്തിൽ ഗൈനിന് സുക്കൂന്, പച്ച നിറത്തിൽ ന, ചുവപ്പ് നിറത്തിൽ ഫത്ത് നിട്ടുള്ള അലിഫ് അഗ്ന, അതിനുശേഷം നീല നിറത്തിൽ ആ, മഞ്ഞ നിറത്തിൽ നൂന് സുക്കൂന്, പച്ച നിറത്തിൽ ഹു അൻഹു, ചുവപ്പ് നിറത്തിൽ മാ, നീല നിറത്തിൽ അലിഫ്, മഞ്ഞ നിറത്തിൽ ലു, പച്ച നിറത്തിൽ ഹു മാലുഹു മാലുഹു, ചുവപ്പ് നിറത്തിൽ വ, നീല നിറത്തിൽ മാ, മഞ്ഞ നിറത്തിൽ അലിഫ് വമാ, പച്ച നിറത്തിൽ ക, ചുവപ്പ് നിറത്തിൽ സ, നീല നിറത്തിൽ ബ കസബ. ഇനി ഇതിന്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ. എങ്ങനെയാണ് അതിനെ കൂട്ടി എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത്? മാ, അവിടെ മീമിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി വായിക്കേണ്ടത് മാ അഗ്ന, അവിടെ ഗൈനിനെ അതിനുശേഷമുള്ള നൂനിലേക്കും നൂനിനെ അതിനുശേഷമുള്ള അലിഫിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് അഗ്ന അൻഹു, അവിടെ ഐനിനെ നൂനിലേക്ക് ചേർത്ത് എഴുതി നൂനിനെ ഹായിലേക്ക് ചേർത്ത് എഴുതി വായിക്കേണ്ടത് അൻഹു. മാലുഹു, അവിടെ മീമിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി ലാമിനെ അതിനുശേഷമുള്ള ഹായിലേക്ക് ചേർത്ത് എഴുതി വായിക്കേണ്ടത് മാലുഹു. വമാ, അവിടെ മീമിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി കസബ, അവിടെ കാഫിനെ സീനിലേക്കും സീനിനെ ബായിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് കസബ. ഇനി എങ്ങനെയാണ് അതിനെ കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ഇനി മുസ്ഹഫ് എടുത്ത് നോക്കി ഓതിക്കോളൂ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ആവർത്തിച്ച് ഓതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.